നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗാ ദിനത്തിന്റെ ഭാഗമായി ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസിയുടെ ആഭിമുഖ്യത്തിൽ യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ചിരിക്കുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ത്യ ലോകത്തിന് നൽകിയ ആത്മീയ ചൈതന്യത്തിന്റെ പ്രകട രൂപമാണ് യോഗ. ഭാരതീയ പൗരാണിക പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ. യോഗ കേവലം ഒരു വ്യായാമം മാത്രമല്ലെന്നും മറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ഒത്തുചേരലാണെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് യോഗാ ദിനം. മഹാമാരിയുടെ ഈ കെട്ടകാലത്ത് യോഗയിലൂടെ ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉത്തേജനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരിക്കൽ കൂടി ഈ അന്താരാഷ്ട്ര വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആമുഖ പ്രസംഗത്തിനായി ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സുജിത് കെ അവരെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. Good morning, students. Today, let us all join together and celebrate International Yoga Day. This day is marked to raise awareness among many benefits of practicing yoga. Today, we have with us yoga trainer, Mr. Kannan Karthikeya. On behalf of the management, faculty, and students of Hindustan College of Pharmacy, I extend a warm welcome to Mr. Kannan Karthikeya and thanks for accepting our invitation to be present with us today to demonstrate yoga class for our students. Thank you, sir. During the present ongoing COVID pandemic, due to the restriction, students are under stress and anxiety, and hopefully this yoga class will be highly beneficial to all students for physical and mental relaxation. Once again, a happy International Yoga Day to all my students. Thank you. Thank you, sir. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും നിയന്ത്രണവും നിറവേറ്റലും മനുഷ്യനും പ്രകൃതിയും ഇവയൊക്കെയും യോഗ നൽകുന്ന പാഠങ്ങളാണ്. ഈ യോഗാ ദിനത്തിൽ ഇവയെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് മുന്നിൽ പകരുന്നത് പ്രശസ്ത യോഗ ട്രെയിനർ ശ്രീ കണ്ണൻ കാർത്തികേയ അവர்களാണ്. അദ്ദേഹം തിരുവനന്തപുരം നെയ്യാർ ഡാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിവാനന്ദ യോഗ വേദാന്ത ആശ്രമത്തിൽ ഈ നാളുകളിൽ യോഗ ട്രെയിനറായി സേവനമനുഷ്ഠിക്കുന്നു. ഈ ദിനത്തിൽ സാറിനെ ലഭിച്ചതിലുള്ള നിസ്സീമമായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ട്രെയിനിങ് സെഷന് നേതൃത്വം നൽകുവാൻ സാറിനെ ഏറെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ. അതുപോലെ തന്നെ സാർ ആദ്യം പറഞ്ഞതുപോലെ പ്രകൃതിയും മനുഷ്യനും ഒരുപോലെയാണ് എന്ന് നമ്മൾ കണക്കാക്കുന്ന യോഗ. എന്തുകൊണ്ട് ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വർഷത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 21, അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ നീളം കൂടിയ പകൽ, അതായത് ദ ലോങ്സ്റ്റ് ഡേ ഇൻ ദ ഇയർ, നീളം കൂടിയ പകലുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ യോഗ ആചരിക്കുന്നത്. കാരണം യോഗ എന്നാൽ യൂണിയൻ. നിങ്ങൾ എടുത്തു പറയുകയുണ്ടായി, ശരീരവും മനസ്സും. നമ്മൾ എപ്പോഴും ശരീരത്തെയും മനസ്സിനെയും രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. ശരീരം വേറെ, മനസ്സ് വേറെ, എന്നും രണ്ടായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ എന്നാൽ യോഗ ഇവ ഒന്നാണ്, ശരീരവും മനസ്സും ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വരദാനമാണ്, അല്ലെങ്കിൽ ഒരു ക്രിയ ആണ്. കാരണം നമുക്കിപ്പോ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയും എനിക്കത് ചെയ്യണമെന്ന്. എന്നാൽ ശരീരം, ആ ശരീരത്തിന് അതൊരു സ്ട്രഗിളായി മാറും. അത് ശരീരം അതൊരു തടസ്സമായി മാറും.
എന്നാൽ യോഗ ഈ തടസ്സത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിനെയും ശരീരത്തെയും ഒന്നാക്കുന്നു. യോഗ എന്ന ആ വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ഏകം. ഏകം എന്ന് വെച്ചാൽ ഒന്നസ്, എല്ലാത്തെയും ഒന്നായി കാണുക. ഇപ്പൊ മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു തെറ്റായ ചിന്താഗതിയാണ്, ചിന്തയാണല്ലോ എല്ലാം. തെറ്റായ ചിന്താഗതിയാണ് തെറ്റ് ശരി, നല്ലത് ചീത്തയായിട്ടുള്ളത് രണ്ടിനെയും രണ്ടായിട്ട്, അതായത് രണ്ടായി കാണുക. ഇതിനെ മാറ്റി ഒന്ന്, എല്ലാം ഒന്നാണ്, മനുഷ്യനെല്ലാം ഒന്നാണ്. ഈ ഒരു ചിന്താഗതിയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. യോഗ മീൻസ് ചിത്ത വൃത്തി നിരോധ, അതായത് മനസ്സിലെ തെറ്റായ ചിന്താഗതികൾ മാറ്റി ശുദ്ധീകരിക്കുക. ഇതാണ് യോഗ. അല്ലാതെ യോഗ എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി അല്ല, ഈ റബ്ബർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയുക, ശരീരത്തെ കാലുകൊണ്ട് തലയിൽ തൊടുക, അതൊന്നുമല്ല യോഗ. യോഗ എന്നാണ് ചിത്താവൃത്തി നിരോധ, തെറ്റായ ചിന്താഗതികൾ മാറ്റി ശരീരവും മനസ്സും ഒന്നാണ്. പ്രകൃതി മനുഷ്യനോടൊപ്പം ഉള്ളതാണ്. എല്ലാത്തെയും ഒന്നായി കാണുക, ഒന്നൊന്നുള്ള രീതിയിൽ കാണുക. തെറ്റ് ശരി എന്ന രീതി മാറ്റി ശരി മാത്രമല്ല. കാരണം ഒരു കോയിൻ പോലെ ഇപ്പോ ഒരു വശത്ത് നോക്കിയാൽ നമുക്ക് തെറ്റായി തോന്നാം, ഒരു വശത്ത് നോക്കിയാൽ ശരിയായി തോന്നാം. രണ്ട് വശങ്ങളും നോക്കി അതിനെ ശരിയാക്കി എടുക്കുക, അതാണ് യോഗ. ഇപ്പൊ യോഗയിൽ തന്നെ പല രീതിയിലുള്ള യോഗകളുണ്ട്. ഹഠയോഗയുണ്ട്, അഷ്ടാംഗ യോഗയുണ്ട്, വിന്യാസ യോഗ, പതഞ്ജലി യോഗ, അങ്ങനെ അനേകം രീതിയിലുള്ള യോഗകളുണ്ട്. എന്നാൽ നാം ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ള യോഗ രീതി, അത് തിരഞ്ഞെടുക്കുക. ഇപ്പോ യോഗ എന്നതും ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. ഇപ്പോ പലരും പല രീതിയിലും യോഗയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. ഇപ്പോ എല്ലാം ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ശരി എന്ന് തോന്നുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഹഠയോഗ തിരഞ്ഞെടുക്കാം, അഷ്ടാംഗ യോഗ തിരഞ്ഞെടുക്കാം, വിന്യാസ യോഗ തിരഞ്ഞെടുക്കാം. ഏത് യോഗയാണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ശരിയായി തോന്നണം, നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കണം. യോഗ എന്നത് ഒരു സർക്കസിൽ ഒരു പ്രക്രിയ, അതൊരു ക്രിയ, മനസ്സിനെയും ശരീരത്തിനെയും ഒരുമിപ്പിക്കുന്ന ഒരു ക്രിയയാണ്. ഈ യോഗ ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ വൃത്തി, ശരീരത്തിന്റെ അതിൻ്റെതായ വൃത്തി ഉണ്ടാകണം. അതിന് ശരിയായ ബ്രീതിങ്, ശ്വാസോച്ഛ്വാസം, ഇതിനെ 5 പോയിന്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യോഗയെ 5 പോയിന്റ്. അതായത് യോഗ ചെയ്യുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ഒരു മനസ്സ്, ഇവയെ ഒരുമിപ്പിക്കാൻ 5 ക്രിയകളുണ്ട്. ഈ 5 ക്രിയകൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് പ്രോപ്പർ ആയിട്ടുള്ള ബ്രീതിങ്. അത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം. അത് കഴിഞ്ഞ് വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, ഡയറ്റ്. അത് കഴിഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് ആണ് നാലാമത്തെ പോലെ. അത് കഴിഞ്ഞാൽ ധ്യാനം, പ്രോപ്പർ റിലാക്സേഷൻ ഓർ ധ്യാനം. ഇവ 5 ഉണ്ടെങ്കിലേ യോഗ ആകുള്ളൂ. യോഗ ചെയ്യാൻ യോഗ എന്നല്ല, ഏത് എക്സസൈസ് നോക്കിയാലും അത് പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു കലയെടുത്ത് നോക്കിയാലും, ഭരതനാട്യം ആവട്ടെ, ജിം ആവട്ടെ, അല്ലെങ്കിൽ സൂംബ ആവട്ടെ, ഏതോ ആവട്ടെ,
ഏത് തരത്തിലുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു വിദ്യ, ഒരു കല എടുത്ത് നോക്കിയാലും അതിന് അതിൻ്റെതായ രീതികളുണ്ട്, അതിൻ്റെതായ അച്ചടക്കങ്ങളുണ്ട്. അപ്പൊ യോഗയിലുള്ള ഒരു പ്രധാനപ്പെട്ട 5 പോയിന്റ് ആണ്, അല്ലെങ്കിൽ യോഗ ചെയ്യാൻ നമ്മുടെ ശരീരം എന്ന ഇൻസ്ട്രുമെന്റിനെ വൃത്തിയാക്കി എടുക്കാൻ ഈ 5 രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പ്രോപ്പർ റിലാക്സേഷൻ, പ്രോപ്പർ ഡയറ്റും, പ്രോപ്പർ ഫുഡ്. കാരണം ശരീരത്തിന് അതിൻ്റെതായ റിലാക്സേഷൻ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ മനസ്സ് ശരീരവുമായി ഒത്തുചേരുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻസ് ആയിരിക്കും. നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്നത് പോലെ മൈൻഡ് എന്നാൽ ദ ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്നാണ്. ചിന്തകളുടെ കൂമ്പാരം. തോട്ട്സ് ഇങ്ങനെ ഓരോ സെക്കൻഡും വന്നുകൊണ്ടേ. എന്നാൽ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഈ ചിന്തകൾ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ രണ്ടാമത്തേത് ഫുഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ചിന്താഗതികൾ വരുന്നത്. സ്പൈസസ് കൂടുകയാണെങ്കിലും അല്ലെങ്കിൽ നോൺ വെജ് ഇതുപോലുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ മാറും. ഇപ്പോൾ സവാള, ഈ ഒനിയൻ ടൈപ്പ്, ഗാർലിക്, ഇതൊക്കെ നമ്മുടെ ആങ്കർ സെൻസസിനെ ഉണർത്തും കൂടുതലായിട്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകും. നമ്മളൊരു സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി തെറ്റായ ചിന്തകളിൽ നിന്നും മാറി ശരിയായ ചിന്താഗതികളിലൂടെയും, അതുപോലെ ഈ ദേഷ്യം, വിഷമം, ഇതുപോലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ശരിയായ രീതിയിലുള്ള ഫുഡും ശരിയായ രീതിയിലുള്ള റിലാക്സേഷനും ഉണ്ടെങ്കിൽ മനുഷ്യൻ കൂടുതലായിട്ട് ജീവിക്കാൻ സാധിക്കും. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡികളെയും അതുപോലെ ബോൺസ്, മസിൽസ്, ടിഷ്യൂസ്, എവറിത്തിങ്, നമ്മുടെ ശരീരം എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഇൻസ്ട്രുമെന്റിനെ പ്രകൃതിയുമായി ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക. കാരണം പ്രകൃതിയാണല്ലോ എപ്പോഴും ആദ്യത്തെ 2 മാസം മഴ, അത് കഴിഞ്ഞാൽ ചൂട്, അത് കഴിഞ്ഞാൽ മഞ്ഞ്, അങ്ങനെ കാലവർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുമായിട്ട് ശരീരത്തിന്റെ ബാലൻസ് നിർത്തും. അപ്പൊ ഇതിനാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ്. അത് എന്ത് എക്സസൈസും ചെയ്യാം. യോഗ ചെയ്യാം, ഇല്ലെങ്കിൽ രാവിലെ എണീറ്റൊന്ന് നടക്കാം, ജസ്റ്റ് വാക്കിംഗ്, സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സസൈസ്, ഇല്ലെങ്കിൽ ഡെയിലിയുള്ള ഡാൻസ്, അതായത് ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെയുള്ള ആർട്ട്, ഇല്ലെങ്കിൽ കളരിപ്പയറ്റ്, എന്തുമാകുന്നത് ശരീരത്തിൽ നിന്നാകുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനെ നിങ്ങളൊന്ന് തുടച്ചു വെക്കുക. നമ്മുടെ ഫോണും നമ്മുടെ ബാക്കിയുള്ള ലാപ്ടോപ്പും ഇല്ല അതുപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടച്ചു വെക്കുന്ന പോലെ ശരീരത്തിൽ ഒന്ന് ആ ഒരു ഇൻസ്ട്രുമെന്റ് തുടച്ചു വെക്കുക ഡെയിലി. അതുപോലെ യോഗയിൽ ഏകദേശം 84,000-ന് മുകളിൽ ആസനകളുണ്ട്. ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ പോസ്റ്റർ. നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ കഴിയില്ല, ആർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചെയ്യുന്നവർ യോഗികളുമുണ്ട്. ഇപ്പൊ നമുക്കൊരു 4-5 പോസ്റ്റേഴ്സ് ചെയ്യാം. യോഗ ആസനങ്ങളെ പോലെ തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ് പ്രാണായാമങ്ങൾ. അത് കഴിഞ്ഞാൽ ക്രിയ, ഷക്രിയാസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബാബ രാംദേവ് ഗാനി പോലെ നൗലി, കപാലപാതി, ഇതുപോലുള്ള ക്രിയായോഗകളുണ്ട്. ശാരീരികമായിട്ടുള്ള യോഗകളുണ്ട്. അത് കഴിഞ്ഞാൽ മുദ്ര യോഗയുണ്ട്. മുദ്ര എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ചിന്മുദ്ര,
വിഷ്ണു മുദ്ര, ഇങ്ങനെ ഓരോ മുദ്രകളായിട്ടുള്ള യോഗയുണ്ട്. നമ്മളിപ്പം ചെയ്യുന്നത് ശാരീരികമായിട്ടുള്ള ഹഠ യോഗയാണ്. ഹഠ എന്ന് വെച്ചാൽ ഹ എന്ന് വെച്ചാൽ സൂര്യനെയും, ധ എന്ന് വെച്ചാൽ ചന്ദ്രനെയും. സൂര്യനും ചന്ദ്രനിൽ നിന്നുള്ള എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. അതിനെയാണ് ഹഠ എന്ന് പറയുന്നത്. ഹഠ, സൺ ആൻഡ് മൂൺ. നമ്മുടെ ശരീരത്തിന്റെ പകുതി ഇപ്പൊ അർദ്ധനാരി എന്ന് പറയും പോലെ ശരീരത്തിന്റെ റൈറ്റ് സൈഡ് എപ്പോഴും സൂര്യനെ കണക്കാക്കുന്നു, ഹീറ്റ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് മൂൺ, ചന്ദ്ര. ചില സമയം നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില സമയം നമ്മൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യുക ഹഠ യോഗ. യോഗയിലൂടെ ഇതിനെ ബാലൻസ് ചെയ്യുക, പ്രകൃതിയുമായി ഒരുമിപ്പിക്കുക. ഹഠ യോഗ. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞ ഇട ആൻഡ് പിങ്കള എന്ന് പറയും. പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്, പല രീതിയിലുള്ള പേരുകളാണ്. ചന്ദ്ര, സൂര്യ, ഇട ആൻഡ് പിങ്കള എന്ന് പറയുന്ന പോലെ പല രീതിയിൽ പലരും പല രീതിയിലായിട്ട് അതിനെ പറയുന്നു. നമ്മൾ അതിനെ ഹഠ അല്ലെങ്കിൽ സൂര്യ ആൻഡ് ചന്ദ്ര ഹഠയോഗ. നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഹഠയോഗയാണ്. ഹഠയോഗയിലെ ചില ആസനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഹഠയോഗ സെർച്ച് ചെയ്യാം. ശിവാനന്ദ യോഗാസനം അടിക്കുമ്പോൾ തന്നെ ഹഠയോഗ വരും. അല്ലെങ്കിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവ്, അദ്ദേഹത്തിന് ഹഠയോഗയാണ് അധികം ഫോളോ ചെയ്യുന്നത്. പിന്നെ അയ്യങ്കാർ യോഗയുണ്ട്, അഷ്ടാംഗ യോഗ, കൃഷ്ണമാചാര്യയുടെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ അഷ്ടാംഗ യോഗയുണ്ട്. പല രീതിയിലുള്ള യോഗയുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. യോഗ ഡെയിലി മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ ശരീരത്തിന് എപ്പോഴും ഇൻസ്ട്രുമെന്റ് ആകുന്ന ശരീരത്തിന് എപ്പോഴും വൃത്തിയായി വെച്ചു. തെറ്റായ ചിന്താഗതിയിൽ നിന്നും മാറി ഇവിടെ ഒരു ജാതിയോ മതമോ ഒന്നുമില്ല. യോഗ എന്ന് വെച്ചാൽ ജാതി, മതം അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇതൊന്നും അല്ല. മനസ്സിനെയും ശരീരത്തിനെയും ഒന്നാക്കി എടുക്കുക, എല്ലാ ചിന്താഗതികളെയും ശരിയാക്കി എടുക്കുക, ഒന്ന് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക. ഇതാണ് യോഗ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്തും മാറ്റിവെച്ചിട്ട് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 30 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാറ്റിവെക്കുക. ബാക്കിയുള്ള 23 മണിക്കൂർ നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിനായി എടുക്കുക. 1 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. യോഗയിലൂടെ അല്ലെങ്കിൽ ഏത് എക്സസൈസ് ആയാലും കുഴപ്പമില്ല, ശരീരത്തിന് എപ്പോഴും വെൽ പ്രോപ്പറായി വയ്ക്കുക. അപ്പൊ നമുക്ക് ആസനങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. നമ്മൾ ആസനങ്ങൾക്ക് കിടക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ ഹഠയോഗിയില്ല, ബേസിക് ആയിട്ടുള്ള 12 പോസ്റ്റേഴ്സ് ഉണ്ട്, 12 ആസനങ്ങൾ. ഈ 12 ആസനങ്ങൾക്ക് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ്, ഇതിനെ കൈവരിക്കാൻ വേണ്ടി നമ്മൾ പ്രാണായാമവും കപാലഭാതിയും ചെയ്യണം. ഇത് ബ്രീത്തിങ് എക്സസൈസ് ക്രിയ കഴിഞ്ഞാണ് യോഗ വരുന്നത്. ഇപ്പൊ പ്രാണായാമവും കപാലഭാതിയും ക്രിയയാണ്. നമുക്കിപ്പോ കപാലഭാതി എന്തായാലും ചെയ്യാൻ പറ്റില്ല, പ്രാണായാമം ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തോന്നുന്നു. നമ്മുടെ ഈ കൈന്റെ ആദ്യത്തെ 2 ഫിംഗർ കൈപ്പത്തിയിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ഇതിനെയാണ് വിഷ്ണുമുദ്ര എന്നൊക്കെ പറയുന്നത്. വിഷ്ണുമുദ്ര മെഡിക്കൽ സയൻസിൽ ഇതിനെ പറയുന്നത് നമ്മുടെ ഈ വിരല് ശ്വാസത്തെയും ഈ വിരല് ഹാർട്ടിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഈ കൈപ്പത്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നരമ്പുകളും കൈപ്പത്തിയില് കണക്ട് ആവുന്നത്. കാരണം നമ്മൾ ചോറ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും പോലെ. കാരണം കൈ കൊണ്ടാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കുന്നത്, പല കാര്യങ്ങളും. അതുകൊണ്ട് കയ്യില് എല്ലാ ഇമോഷൻസും എല്ലാ കൺട്രോളും എല്ലാ കാര്യങ്ങളും കയ്യിലാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മള് ഹാർട്ടിനെയും ശ്വാസത്തെയും കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഈ മുദ്ര. മെഡിക്കൽ സയൻസ് നമ്മളെ ശാസ്ത്രീയ ആവശ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനെ വിഷ്ണുമുദ്ര എന്ന് പറയും. അതായത് നമ്മുടെ കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വിഷ്ണുമുദ്ര ആണ്. ഇപ്പൊ ഈ വിഷ്ണുമുദ്രയിൽ കൈ വയ്ക്കുക. ഈ കൈ
നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ചിന്മുദ്ര എന്ന് പറയുന്ന ഈ മുദ്രയിൽ വയ്ക്കുക. സ്പൈൻ മാക്സിമം സ്ട്രെയിറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഫ്ലോറിന് പേരലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഒരു ലോങ് ഇൻഹലേഷൻ എടുക്കാം. മാക്സിമം നിങ്ങൾക്ക് എത്ര ഇൻഹേൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യാം. അതുപോലെ വളരെ പതുക്കെ ലോങ് ആയിട്ട് എക്സേൽ ചെയ്യാം. അങ്ങനെ ഒരു 3 പ്രാവശ്യം deep inhalation and the long exhalation with control. ശേഷം നമ്മുടെ ഈ കൈ ഇതിലെ പെരുവിരൽ നമ്മുടെ റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ലെഫ്റ്റിൽ കൂടെ ഇൻഹേൽ, ശേഷം ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റിൽ കൂടെ എക്സേൽ. വീണ്ടും റൈറ്റിൽ കൂടെ ഇൻഹേൽ and right close ചെയ്ത് ലെഫ്റ്റ് ഓപ്പൺ ചെയ്ത് എക്സേൽ. വീണ്ടും ലെഫ്റ്റിൽ കൂടെ ഇൻഹേൽ, ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റ് എക്സേൽ. കണ്ണുകൾ അടച്ച് ഒരു 3 റൗണ്ട് കൂടെ ഇങ്ങനെ ചെയ്യാം. വീണ്ടും റൈറ്റിൽ കൂടെ ഇൻഹേൽ and റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിൽ കൂടെ എക്സേൽ. വീണ്ടും ലെഫ്റ്റിൽ കൂടെ ഇൻഹേൽ and ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റിൽ കൂടെ എക്സേൽ. വീണ്ടും റൈറ്റിൽ കൂടെ ഇൻഹേൽ ലോങ് ആയിട്ട് എടുക്കുക, ഡീപ്പ് ഇൻഹലേഷൻ. റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിൽ കൂടെ എക്സേൽ ലോങ് ആയിട്ട് കംപ്ലീറ്റ്ലി എക്സേൽ ചെയ്യാം. കൈകൾ എടുക്കുക. ശരിയായിട്ടുള്ള ബ്രീതിങ് രീതി എന്ന് പറയുന്നത് ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കുക, ശ്വാസം എക്സേൽ അതായത് എക്സേൽ ശ്വാസം പുറത്തേക്ക് ലോങ് ആയിട്ട് എക്സേൽ ചെയ്യുമ്പോൾ അബ്ഡമൻ ഉള്ളിലേക്ക് പോവുക, കംപ്ലീറ്റ് വയറിനെ പുഷ് ചെയ്ത് നമ്മുടെ ശ്വാസത്തെ പുറത്തേക്ക് കളയുക. ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ബ്രീതിങ്. ഇതിനെ അബ്ഡോമിനൽ ബ്രീതിങ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് യോഗിക് ബ്രെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വയറിന് അതേ സമയം ലങ്സിലും കവർ ചെയ്യുക. നമ്മൾ ചില സമയത്ത് റോഡിൽ കൂടെ ഒരു ലോങ് ആയിട്ട് നടക്കുമ്പോൾ കുറച്ച് ഒരു 2-3 കിലോമീറ്റർ നടക്കുമ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുക്കുന്നത്. ഇതിനെയാണ് യോഗിക് ബ്രെത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അത് അറിയില്ല, അതൊരു യോഗിക് ബ്രെത്ത് ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനെയാണ് യോഗിക് ബ്രെത്ത് എന്ന് പറയുന്നത്. അതായത് വയറില് ഏകദേശം ശ്വാസത്തെ ഫിൽ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ശ്വാസത്തെ നമ്മൾ ലങ്സിൽ ഫിൽ ചെയ്യും. ഇതിനെ യോഗിക് ബ്രെത്ത് എന്ന് പറയും. നോർമൽ ബ്രെത്ത് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ബ്രെത്ത്. അതായത് ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് എക്സേൽ ചെയ്യുമ്പോൾ വയറ് അകത്തേക്ക് പുഷ് ചെയ്യും. നമ്മൾ ഈ 6 മാസത്തിനടുത്ത പ്രായമുള്ള കുട്ടികളാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതി എടുക്കുന്നത്. നിങ്ങൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വയറിന്റെ ആ ഒരു മൂവ്മെന്റ്, ശ്വാസം എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വയറ് ഇങ്ങനെ വീർത്ത് വരികയും അതുപോലെ വയറ് എക്സേൽ ചെയ്ത് പുഷ് ചെയ്യും. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ബ്രീത്ത് എടുക്കാൻ മറന്നു പോകുന്നത്. ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ബ്രെത്തിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശ്വാസം എടുക്കാൻ പലരും മറന്നു പോലുണ്ട് ഒരു സെക്കൻഡ്. പിന്നെ അത് നമ്മൾ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടറിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടാണ്. എനിക്ക് ലങ്സിന്റെ ചെറിയ വിഷയമുണ്ട്, അല്ലെങ്കിൽ ലിവർ വിഷയമുണ്ട്, അബ്ഡോമിനൽ വിഷയമുണ്ട്, പല വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പല അസുഖങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട മെഡിസിൻ എന്ന് പറയുന്നത് ശ്വാസമാണ്. ശരിയായിട്ടുള്ള ശ്വാസം എടുക്കാൻ കഴിയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പൈൻ
നട്ടല് സ്ട്രെയിറ്റ് ആണെങ്കിൽ അദ്ദേഹം പ്രോപ്പർ ആയിട്ടുള്ള ബ്രെത്ത് എടുക്കും. അദ്ദേഹം പ്രോപ്പർ ആയിട്ടുള്ള ബ്രെത്ത് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു അസുഖവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശരീരത്തെ ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ. ഒരു 10 ദിവസം നിങ്ങൾ ഒരു ബ്രീത്ത് അല്ലെങ്കിൽ ആ ബ്രെത്തിനൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി. ഓരോ സെക്കൻഡ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുവിധപ്പെട്ട നിങ്ങളുടെ മെന്റൽ ഇഷ്യൂ അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് അസുഖമല്ല, നിങ്ങളുടെ ആ ഒരു ടെൻഷൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു തെറ്റായ ചിന്താഗതികൾ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻസ് ശരീരത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ പലതും മാറി ആ ബ്രീതിങ്ങിനെ ഫോക്കസ് ചെയ്യാൻ. ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒക്കെ നമ്മൾ വെറുതെ കണ്ണടച്ച് നിന്നിട്ട് ബ്രീതിങ്ങിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ യോഗയിൽ ഒന്ന് സെർച്ച് ചെയ്യുക, യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യുക. പ്രാണായാമം, അതേപോലെ ധ്യാനം, മെഡിറ്റേഷൻസ്, ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. പറ്റുമെങ്കിൽ ഡെയിലി ഒരു 5 മിനിറ്റ് അതിനും കൂടെ മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ 5 മിനിറ്റ്, 1 മണിക്കൂർ യോഗയ്ക്കും 5 മിനിറ്റ് മെഡിറ്റേഷനും ഒന്ന് ശ്രദ്ധിക്കുക. യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്നൊക്കെ ഒന്ന് നോക്കുക. എനിക്കിപ്പോ നിങ്ങളെ കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നും പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്ത് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് യോഗ ആസനങ്ങളിലേക്കാണ്. ആദ്യമായിട്ട് ചെറുതായിട്ടൊരു വാം അപ്പ് എക്സസൈസ്, സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൺസൽട്ടേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യാം, നിങ്ങൾ അതിന്റെ കൂടെ എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അത് മാറ്റിലേക്ക് എണീറ്റിരിക്കുക. കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരിക. മാറ്റിന്റെ ഫ്രണ്ടിലേക്ക് വന്നതിന് ശേഷം ശ്വാസം ആദ്യം ഒന്ന് ദീർഘമായിട്ട് എടുത്ത് അതുപോലെ പുറത്തേക്ക് എക്സേൽ ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്ത് എക്സേൽ ചെയ്ത് കൈകൾ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തുക. എക്സേൽ ചെയ്ത് 2 കൈകൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവരിക. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് ടാപ്പ് ചെയ്തു, എന്നിട്ട് മുകളിലേക്ക് നോക്കാം. വീണ്ടും അവിടുന്ന് 5th പൊസിഷൻ സ്റ്റാൻഡ് ചെയ്യുക. പ്ലാങ്ക് പൊസിഷൻ എന്നൊക്കെ പറയുന്നു. ശേഷം അഷ്ടാംഗ നമസ്കാരം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഊർദ്ധ ശ്വാനാസനം. അതിന്റെ 8th പൊസിഷൻ പർവ്വതാസനം. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ വലത് കാലം തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുവരെ കൊണ്ടുവന്നിട്ട് കൈ കൊണ്ട് ഫ്രണ്ടിലേക്ക് എത്തിക്കുക. അതുപോലെ മുകളിലേക്ക് നോക്കുക. വീണ്ടും ഇടത് കാലം. വീണ്ടും കൈകൾ ഉയർത്തി ബാക്കിലേക്ക് അയച്ചു റിലീസ് ചെയ്യുക. വീണ്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡ്. കൈകൾ കാലിന്റെ സൈഡിൽ, ഇടത് കാൽ ബാക്കിലേക്ക്, ലെഫ്റ്റ്. Plank position. Sixth position. 7 and 8. 9
10, 11, and 12. ഇതിനെ ഒരു റൗണ്ട് എന്നാണ് പറയുന്നത്. ഒരു സെറ്റ് റൈറ്റും ലെഫ്റ്റും രണ്ടും കവർ ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് ആവുന്നത്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 3 സെറ്റോ 4 സെറ്റോ 5 സെറ്റോ മിനിമം ഒരു 3 സെറ്റെങ്കിലും ഡെയിലി ചെയ്യുക. ഓക്കെ, ഈ സൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത് പോകേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള റിലാക്സേഷൻ. ഇതിൽ പോയാൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ആക്റ്റീവ് ആക്കിയ നെർവ്സും മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവുള്ളൂ. അത് റിലാക്സ് ആയി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആ സെൽസിന്റെ ഇടയിലൊക്കെ പോകും. അപ്പൊ നമ്മൾ ഓരോ മസിൽസിന്റെ ഇടയിൽ പ്രോപ്പർ ആയിട്ടുള്ള റിലാക്സേഷൻ കൊടുക്കണം. അപ്പൊ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാത്ത ഒരു ലോങ് ആയിട്ട് ഒരു 4-5 പ്രാവശ്യം ഡീപ്പ് ഇൻഹലേഷനും ലോങ് ആയിട്ടുള്ള എക്സലേഷനും ചെയ്യാം. ആ ബ്രീത്തിങ്ങിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. ആ ശ്വാസം എടുക്കുന്നതും ആ വയറിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഡീപ്പ് ആയിട്ടുള്ള ഇൻഹേൽ, ലോങ് ആയിട്ടുള്ള എക്സലേഷൻ. ശേഷം കാലുകൾ കൂട്ടിച്ചേർത്ത് കൈകൾ തലയ്ക്ക് മുകളിൽ ഇന്റർലോക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ആ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ടില്ല. 2 കൈകളും നമ്മൾ സൈഡിലേക്ക് വെച്ച് ശരീരത്തിനോട് ചേർത്ത് കൈകൾ കൊണ്ടുവന്ന് മാറ്റിലേക്ക് 2 കൈകൾ പ്രസ് ചെയ്യുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട്, അതായത് ഇൻഹേൽ ചെയ്തുകൊണ്ട് വലത് കാല് ഒരു 90 ഡിഗ്രിയിൽ കൊണ്ടുവരിക. ഓക്കെ, ശേഷം പതുക്കെ എക്സേൽ ചെയ്തുകൊണ്ട് ഡൗൺ ചെയ്യുക. വീണ്ടും ഇൻഹേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഒരു 90 ഡിഗ്രി. നിങ്ങൾ കൊണ്ട് എത്ര മാക്സിമം കഴിയുമോ, ഇതിൽ നിന്ന് കൊണ്ടുവന്നില്ല, ഇത്രയായാലും മതി. എത്രയാണ് നിങ്ങളുടെ കംഫർട്ടബിൾ, അധികം സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണ് നിങ്ങളുടെ മാക്സിമം അത് മതി. ഓക്കെ, വളരെ എക്സേൽ ചെയ്യാം. വീണ്ടും ഇൻഹേൽ and exhale. Inhale and exhale. Inhale and exhale. Inhale and exhale. വീണ്ടും റിലാക്സ് ചെയ്യുക. വീണ്ടും കാലുകൾ കൂട്ടിച്ചേർത്ത് സ്ട്രെച്ച് ചെയ്യുക. ശേഷം എഴുന്നേറ്റിരിക്കാം. ഇതിൽ നമ്മളിപ്പോ ഇവിടെ കുറെ ആസനങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ കുറെ ടഫായെന്ന് വെച്ചാൽ വലിയ ടഫല്ല, പല പല ആസനങ്ങൾ മാറ്റിയിട്ടാണ് നമ്മളിപ്പോ സിറ്റിംഗ് പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസിക്കൽ ഹഠയോഗ ഒരു 12 ആസനങ്ങളുടെ ലിസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അത്. അപ്പൊ അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് ചെയ്യാം. ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അത്
നമ്മൾ ഇപ്പോഴത്തെ സമയക്കുറവ് കൊണ്ട് ഓരോന്നായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ളത് മാത്രം ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ രണ്ട് കാൽ പത്തികള് ഒരുമിച്ച് കൊണ്ടുവന്ന് മാക്സിമം നമ്മുടെ ഹിപ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക് കയറ്റി വെക്കുക. ഇതിനെ കോണാസനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. ഇത് രണ്ട് കൈകളും ഈ കാലിലേക്ക് ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം സ്പൈൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഫ്ലാപ്പ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ആകുന്ന അത്രയും സ്പീഡില് ഫ്ലാപ്പ് ചെയ്യുക. നമ്മുടെ ഈ രണ്ട് ഹിപ്പിന്റെ സോക്കറ്റും ഫ്രീ ആക്കാൻ വേണ്ടി, അതായത് ആ ഒരു ഏരിയ മസിൽസ് ടൈറ്റ്നസ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ആസനമാണ് കോണാസനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ മാത്രം ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മൾ അത്രയും സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എത്രത്തോളം കഴിയുമോ, യോഗ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ അല്ല, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ഡെയിലി കഴിയുന്ന രീതിയിൽ മാത്രം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടുന്ന് രണ്ട് കാലുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന ശേഷം വലത് കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. റൈറ്റ് ലെഗ്, നമ്മുടെ ലെഫ്റ്റ് ലെഗിന്റെ ഫീറ്റ് റൈറ്റ് തൈയുടെ, അതായത് റൈറ്റ് തൈയുടെ ആ സൈഡിലായിട്ട് കൊണ്ടുവരിക, ചേർത്ത് കൊണ്ടുവരിക. ഇതിനെ പശ്ചിമോത്തനാസന എന്നാണ് പറയുന്നത്. സിറ്റിംഗ് ഫോർവേഡ് ബെൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സംസ്കൃതത്തിൽ ഇതിനെ പശ്ചിമോത്തനാസനം എന്ന് പറയും. ഇത് ഹാഫ് ആണ്, ഹാഫ് സിറ്റിംഗ് പൊസിഷൻ ആണ്, ഫുൾ അല്ല. അർദ്ധ പശ്ചിമോത്തനാസനം, പൂർണ്ണമായിട്ടുള്ളതല്ല, പൂർണ്ണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നുള്ളൂ. ആദ്യം നമ്മൾ അർദ്ധം ചെയ്ത് പകുതി, അതായത് സിമ്പിൾ ആയിട്ടുള്ള ആദ്യം ചെയ്തിട്ട് പോവാം. ഓക്കെ, ലെഫ്റ്റിന്റെ ഫീറ്റ് അല്ലെങ്കിൽ ഫുട്ട് റൈറ്റ് കൈയിലേക്ക് ചേർത്ത് വെച്ചിട്ട് രണ്ട് കൈകളും ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇനി എക്സേൽ ചെയ്തുകൊണ്ട് നമുക്ക് കാൽപത്തിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആംഗിളിലോ നിങ്ങൾക്ക് എവിടെയാണോ കഴിയുന്നത് അവിടെ ക്യാച്ച് ചെയ്യുക. ഓക്കെ, ക്യാച്ച് ചെയ്തിട്ട് കണ്ണുകൾ അടച്ച് ദീർഘമായിട്ട്, അതായത് ഡീപ്പ് ഇൻഹലേഷനും ലോങ് എക്സലേഷനും, ഓരോ എക്സലേഷനും നിങ്ങളുടെ ഹിപ്പിന്റെ ഏരിയയും ആ ലോവർ ബാക്കിന്റെ ഏരിയയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കൂടുതൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓരോ എക്സലേഷനും നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ശരീരം കൂടുതൽ അയഞ്ഞ് ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു സ്റ്റിഫ്നെസ് മാറി കിട്ടും. മനസ്സിലായില്ലേ? ഇത് റിലീസ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്ത് മേലേക്ക് കൊണ്ടുവരുന്നു, റിലീസ് ചെയ്യും. ഇതുപോലെ തന്നെ ലെഫ്റ്റ്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്യുന്നു. എക്സൈൽ ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മുടെ കാൽപ്പത്തിയിലോ ആംഗിളിലോ എവിടെയാണ് നിങ്ങൾ കംഫർട്ടബിൾ അവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, വളരെ പതുക്കെ കണ്ണുകളൊക്കെ അടച്ചിട്ട് ഓരോ എക്സലേഷനും ഇൻഹേൽ ലോങ്, അതായത് ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്ത് ലോങ് ആയിട്ട് എക്സേൽ ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നിങ്ങനെ നെറ്റ് പറ്റുമെങ്കിൽ കാൽമുട്ടിലോ അല്ലെങ്കിൽ ചിൻ വന്നിട്ട് കാൽമുട്ടിലോ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ടച്ച് ചെയ്യുക. വീണ്ടും റിലീസ് ചെയ്ത് കൈകൾ സ്ട്രെച്ച് ചെയ്ത് മേലേക്ക് വരിക, റിലീസ് ചെയ്യുക. ഇനി ഇതിനൊരു കൗണ്ടർ പോസ്റ്റർ ഉണ്ട്, കാരണം ഇനി പൂർണ്ണമായിട്ടുള്ള പശ്ചിമോത്താനാസനമാണ്. പൂർണ്ണം എന്ന് പറയുമ്പോൾ പശ്ചിമോത്താനാസനം നമ്മൾ നേരത്തെ ചെയ്തത് ഒറ്റക്കാലത്ത് ഓരോ കാലം. ഇനി രണ്ട് കാലം ഒരുമിച്ച് സെയിം പ്രോസസ് തന്നെ സ്ട്രെച്ച് ചെയ്ത് എക്സേൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരിക. നിങ്ങളെ കൊണ്ട് എത്രയും കഴിയുമോ അത്രത്തോളം
മാത്രം ചെയ്താൽ മതി. ഓരോ എക്സലേഷനും കണ്ണുകൾ അടച്ച് വളരെ പതുക്കെ 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 ഇങ്ങനെ താഴേക്ക് വരാൻ ശ്രമിക്കാം. ഓക്കെ, വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യുക. പിന്നെ ഈ പോസ്റ്റിന് ഒരു കൗണ്ടർ പോസ്റ്റർ ഉണ്ട്. കൗണ്ടർ പോസ്റ്റർ എന്ന് വെച്ചാൽ വിപരീത ആസനം. നമ്മളിപ്പോ ഫ്രണ്ടിലേക്കാണ് സ്ട്രെച്ച് ചെയ്തത്. അപ്പൊ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ സൈഡിൽ, അതായത് ലോവർ ബാക്കിന്റെയും മിഡിൽ ബാക്ക് ഏരിയയിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പെയിൻ അനുഭവപ്പെടും. അത് തന്നെയാണ് സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഈ സ്ട്രെച്ചിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കൗണ്ടർ വിപരീതമായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ആ മസിൽസ്, ടൈറ്റ് ആയിരുന്ന മസിൽസ് നമ്മളിപ്പോ റബ്ബർ പോലെ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക്. ഇപ്പൊ ഈ റബ്ബർ പോലെ വലിയുമ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആ ടെൻഡൻ മസിൽ ഇപ്പം വലിഞ്ഞിരിക്കുകയാണ്. ടെൻഡൻ മസിൽ എന്ന് വെച്ചാൽ അറിയാലോ, ടെൻഡൻ മസിൽ ഇങ്ങനെ വലിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനെ റിലാക്സ് ആക്കിയില്ലെങ്കിൽ നമുക്ക് നാളെ മുതലുള്ള ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ആ ഒരു പെയിൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ ഒരു കൗണ്ടർ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ രണ്ട് കൈകളും ഹിപ്പിന്റെ ബാക്കിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കാലിനെ ഫ്രണ്ടിലേക്ക് പോയിന്റ് ചെയ്ത് ഹിപ്പ് ഉയർത്തുക. ഇതിന് വളരെ പതുക്കെ റിലീസ് ചെയ്യാം. അപ്പൊ ഈ ഏരിയ മൊത്തം കൗണ്ടർ ആയിട്ട് സ്ട്രെച്ച് ഉണ്ടാവും. സ്ട്രെച്ച് ആവുമ്പോൾ പെട്ടെന്ന് ആ മസിൽ പെയിൻ അവിടെ നിന്ന് റിലീസ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാം. ഇനി അടുത്ത് പോകുന്ന പോസ്റ്റർ പാദഹസ്താസനം. ഈ സെയിം ഇരുന്നിട്ടുള്ളത് തന്നെ നമ്മൾ സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ചെയ്യും. രണ്ട് കൈകളും ശ്വാസമെടുത്ത് നല്ല രീതിയിൽ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് എക്സൈൽ ചെയ്തുകൊണ്ട് നമ്മുടെ ആംഗിളിലോ അല്ലെങ്കിൽ ടോസിലോ കൈയിൽ കാലിന്റെ ആംഗിളിലോ എവിടെയാണ് വെച്ച് ക്യാച്ച് ചെയ്ത് സെയിം ഈ ഒരു പ്രോസസ് തന്നെ എക്സൈൽ ചെയ്യുന്നതോറും ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, അവിടെ നമ്മൾ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക് വരുന്നു, ജെന്റ്ലി റിലീസ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ബാലൻസിംഗ് പോസ്റ്റർ ആണ്. ഇതിന് ട്രീ പോസ് അല്ലെങ്കിൽ വൃക്ഷ ആസനം എന്ന് പറയും. നമ്മുടെ ഇടത് കാലിനെ ബെൻഡ് ചെയ്ത് തൈസിനോടൊപ്പം കൊണ്ടുവരും. എന്നിട്ട് രണ്ട് കൈകളും പ്രയർ പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം പതുക്കെ മേലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഈ ഒരൊറ്റ കാലിൽ നമ്മൾ ബാലൻസ് ചെയ്യാം. ഇത് നമ്മുടെ മനസ്സിനെ ഒരു ഏകാഗ്രത അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരുന്നു. മനസ്സിൽ വേറൊന്നും ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യാം. പതുക്കെ റിലീസ് ചെയ്യാം. അതുപോലെ വലത് കാലം നമ്മള് വലത് കാലം വലത് ഫുട്ട് എടുത്ത് ലെഫ്റ്റ് തൈ വെച്ചിട്ട് സെയിം പ്രയർ പൊസിഷൻ അവിടെ നിന്ന് കൈകൾ ഉയർത്തി ബാലൻസ് ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. പതുക്കെ റിലീസ് ചെയ്യുക. ഇതിനെ വൃക്ഷാസനം അല്ലെങ്കിൽ ട്രീ പോസ് എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ ആണ്, അഥവാ ത്രികോണാസനം. ത്രികോണ ആസനം ഇവിടുന്ന് നമ്മുടെ വലത് കൈ വലത് ചെവിയോടത്ത് കൊണ്ടുവരിക. ഒരു ശ്വാസം എടുത്ത് എക്സേൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഇടത് സൈഡിലേക്ക് പോവുക. ബോഡി ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകുക. നമ്മുടെ ഈ കംപ്ലീറ്റ് റൈറ്റ് സൈഡ് മൊത്തം നല്ല രീതിയിൽ ഒരു സ്ട്രെച്ച് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് മുകളിലേക്ക് നോക്കുക.
ഇവിടെ കാലിലോട്ട് ബെൻഡ് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക. വീണ്ടും അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇടത് കൈ ഇടത് ചെവിയോടൊപ്പം ശ്വാസം എടുക്കുക. എക്സൈൽ ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോവുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക. ഇത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ക്ലോസ് ലെഗിൽ ഇരുന്നിട്ട് റിലാക്സേഷനിലേക്ക് പോകും. ആ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഫൈനൽ റിലാക്സേഷൻ ആണ്. നമ്മൾ എല്ലാവരും കിടക്കുക, മാറ്റിലേക്ക് കിടക്കുക. നേരത്തെ കിടന്ന പോലെ തന്നെ കാലുകളും കൈകളൊക്കെ അകറ്റി ഒരു ഫൈനൽ റിലാക്സേഷനിലേക്ക് പോവുക. കുറച്ചു നേരം റിലാക്സ്, ശരീരത്തിന് നല്ല രീതിയിൽ റിലാക്സേഷൻ കൊടുക്കാം. ഓക്കെ, മെല്ലെ കാലുകൾ കൂട്ടിച്ചേർത്ത് കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യാം. വളരെ പതുക്കെ എഴുന്നേറ്റ് ക്ലോസ് ലെഗിലേക്ക് ഇരിക്കുക. നമ്മൾ ഇവിടെ ചെയ്തത് ഒരു 4 പോസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് നിങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ യോഗ നമ്മൾ ഒരു സ്റ്റുഡൻസിനെ കണ്ടു വേണം പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ട്രെയിൻ ചെയ്യുക. കാരണം എന്ന് വെച്ചാല് അദ്ദേഹം ചെയ്യുന്ന രീതി ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി അവിടെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് നിങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 4 പോസ്റ്റേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ചെയ്ത സൺസലുട്ടേഷൻ, അത് കഴിഞ്ഞാൽ ശീർഷ ആസനം, അത് കഴിഞ്ഞാൽ സർവംഗ ആസനം ഷോൾഡർ സ്റ്റാൻഡ്, ഹലാസനം, മത്സ്യ ആസനം, അത് കഴിഞ്ഞ് പശ്ചിമോത്തനാസനം, പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഭുജംഗാസനം, ഹലാസനം, ശലഭാസനം, ധനുരാസനം, അർദ്ധമത്സ്യന്ദ്രാസനം, അത് കഴിഞ്ഞാൽ ബാലൻസിങ് പോസ്റ്ററായി നമ്മൾ നേരത്തെ ചെയ്ത ട്രീ പോസ്, അത് കഴിഞ്ഞാൽ ത്രികോണാസനം. ഇങ്ങനെ 12 ആസനങ്ങളാണ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്. സൂര്യ നമസ്കാരവും 12 ആസനങ്ങളും. ഇതാണ് നോർമലി 1 അവറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ സമയപരിമിതി കൊണ്ടും അതുപോലെ നിങ്ങൾ എനിക്ക് നേരത്തെ കാണാൻ കഴിയാത്തത് കൊണ്ടും നമ്മളൊരു 4 എണ്ണം മാത്രമാണ്, ഒരു 4 പോസ്റ്ററാണ് ചെയ്തത്. ഇതില് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യുക. ഈ ആസനങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. നിങ്ങളുടെ ശരീരവും മനസ്സും ഒന്നാക്കി എടുക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഹോർലിക്സിന്റെ ആഡ് പോലെ പരസ്യം കണ്ടിട്ടില്ലേ? ഒരാൾ വന്നിട്ട് ഇങ്ങനെ കുഷനങ്ങൾ മാറ്റി വയ്ക്കുന്നു, അതുപോലെ എന്താ മനസ്സ് പറഞ്ഞു ശരീരത്തിന് ചെയ്യാൻ കഴിയുന്നില്ല, മദേഴ്സ് ഹോർലിക്സ് കഴിക്കരുത് എന്ന് പറയുന്ന ഒരു പരസ്യം ഉള്ളതുപോലെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശരീരത്തിന് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. യോഗ പ്രാക്ടീസോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഭരതനാട്യം അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അതും പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ശരീരം എന്നാകുന്ന ഇൻസ്ട്രുമെന്റിനെ നിങ്ങൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കണം. എങ്കിലേ നമ്മുടെ ചിന്താഗതികളും മനസ്സും എല്ലാം ഒരുമിച്ച് വണ്ണസ് അല്ലെങ്കിൽ ഏകം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പ്ലീസ്. ഒരു 1 മണിക്കൂർ, ഒരു 60 മിനിറ്റ് ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക.
ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി കുറച്ച് ആസനങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ ഞാൻ പറഞ്ഞ 12 ആസനങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. 12 ആസനങ്ങൾ ഇല്ലെങ്കിലും ഞാൻ കുറച്ച് ആസനങ്ങൾ കാണിച്ചു കൊടുക്കാം. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കുക. ജസ്റ്റ് എന്നിട്ട് നിങ്ങളൊന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വേ, അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചു കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ചെയ്യേണ്ട രീതികൾ അതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതേപോലെ ചെയ്യുക. ഞാൻ ഇപ്പൊ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് ശീർഷ ആസനം, ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ദ കിങ് ഓഫ് ദ ആസന. ഈ 12 ആസനങ്ങളിലെ കിങ് ഓഫ് ദ ആസനയാണ് ഹെഡ് സ്റ്റാൻഡ്. ഒരു മനുഷ്യൻ ഒരു ദിവസം അരമണിക്കൂർ, അതായത് ഒരു മനുഷ്യൻ ഒരു ദിവസം 30 മിനിറ്റ് ശീർഷ ആസനത്തിൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ അദ്ദേഹം, അതായത് അദ്ദേഹത്തിന്റെ 60 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദീർഘ ആയുസ് കിട്ടും. അതായത് ഏകദേശം ഒരു 100 വയസ്സെങ്കിലും അദ്ദേഹം പോകും. കാരണം ശരീരത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിന്റെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്. നമ്മൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ശീർഷാസനം ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷന്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ട വിധം എന്ന് വെച്ചാല്, ഒരു മിനിറ്റ്, സോറി, നമ്മുടെ കൈകള് രണ്ടും ഇതുപോലെ കൊണ്ടുവരണം. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്, ഈ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന്റെ സെയിം മെഷർമെന്റ് ആണ്. അല്ല, നമ്മൾ ഇങ്ങനെയല്ല വയ്ക്കുന്നത്, ഇങ്ങനെ 2 കൈകൾ ഒരുമിച്ച്. ഇതാണ് ഷോൾഡർ ടു ഷോൾഡർ ഉള്ള സെയിം മെഷർമെന്റ്, നമ്മുടെ ബോഡിയുടെ ശരിയായ വണ്ണം. അത് നമ്മൾ ഇരിക്കുന്ന മുട്ടിന്റെ, സോറി, ഈ പോസ്റ്റിന്റെ പേര് വജ്രാസനം എന്നാണ്. വജ്രാസനത്തിൽ നമ്മൾ ഇരിക്കുക. ശേഷം കൈകൾ രണ്ടും നമ്മുടെ മുട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവരിക. കൈകൾ റിലീസ് ചെയ്ത് ഇന്റർലോക്ക് ചെയ്യാം. ഇന്റർലോക്ക് ചെയ്യേണ്ട രീതി കണ്ടല്ലോ, ഭയങ്കര. ഈ ഒരു ഇന്റർലോക്കിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിന്റെ അതേ പൊസിഷനിലാണ്. ഇനി ശേഷം നമ്മുടെ ക്രൗൺ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ കണ്ടോ, നമ്മുടെ ഈ തള്ളവിരല് നമ്മുടെ മുക്കിന്റെ ഈ ഒരു തുമ്പിൽ ടച്ച് ചെയ്തിട്ട് ഈ വിരലിന്റെ മധ്യഭാഗം എവിടെ വന്ന് ചേരുവോ അതാണ് നമ്മുടെ ഹെഡിന്റെ സെന്റർ പോസ്റ്റർ, ആ സെന്റർ ആയിട്ടുള്ള ഏരിയ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും വെക്കാം. ഈ ഏരിയ നമ്മുടെ ആഗ്നേയ ചക്ര എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവച്ചാൽ ഈ 2 ഏരിയ കറക്റ്റ് ആയിരിക്കും വന്നെത്തുന്നത്. ഈ 2 ഏരിയയും ഒരേ സെയിം ഏരിയ ആയിരിക്കും നമ്മൾ റീച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്രൗൺ ഏരിയ നമ്മൾ ഫ്രണ്ടിലേക്ക് ആ ഒരു മാറ്റിലേക്ക് ഫിക്സ് ചെയ്യും. ഇവിടുന്ന് നമ്മൾ ഷോൾഡർ ഇങ്ങനെ ആയിരിക്കും. ആ ഷോൾഡറിനെ ബാക്കിലേക്ക് പുഷ് ചെയ്യുക, ടക്ക് ചെയ്യുക, ഇപ്പൊ മുക്കുക, ഫ്രണ്ടിലേക്ക് വരിക, ഒരു കാല് കൊണ്ടുവരിക, അടുത്ത കാല് കൊണ്ടുവരിക, വളരെ പതുക്കെ ഈ കാലുകൾ മുകളിലേക്ക് ചെയ്യുക. ശീർഷ ആസനം റെഡി. അതിനെ ഇത് റിലീസ് ചെയ്യുന്നതും ശരി അതേ നമ്മൾ പറഞ്ഞ അതേ വഴി തന്നെയാണ്. കാലുകള് ചെയ്ത് മുട്ട ചെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഒരു കാലിനെ പതുക്കെ റിലീസ് ചെയ്ത് അതുപോലെ റിലീസ് ചെയ്ത് ഇങ്ങനെ കുറച്ചു നേരം ഈ ഒരു പൊസിഷനിൽ കിടക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇപ്പൊ ഒരു ഹൈ ബിപി ആയിരിക്കും, അപ്പൊ അതിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കഴിക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടാണ്, പക്ഷെ ഇത് അത്ര സിമ്പിൾ അല്ല. ഇച്ചിരി പാടുണ്ട് ചെയ്യാൻ, കുറച്ച് വിഷമങ്ങൾ കാണും. പക്ഷെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ അത് സിമ്പിൾ ആയി മാറുന്നുണ്ട്. നമ്മൾ ഡെയിലി ഉള്ള പ്രാക്ടീസ് ആണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇതിനെ ശീർഷ ആസനം
ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ സർവാംഗാസനം. ഇത് കഴിഞ്ഞാല് നമ്മൾ നേരെ ചെന്ന് ഷോൾഡർ സ്റ്റാൻഡ് ചെയ്തിട്ട് കുറച്ചു നേരം റിലാക്സ് ചെയ്യുക. ആ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നോർമൽ ആകുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം ലോങ് ആയിട്ട് ബ്രീത്ത് എടുക്കുക. ശേഷം കാലുകൾ അടുപ്പിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക. അടുത്ത് ഷോൾഡർ സ്റ്റാൻഡ്, സർവാംഗ ആസനം. ഇത് ഈ ആസനം നമ്മുടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സോറി, ഹെഡ് സ്റ്റാൻഡിന്റെ ബെനിഫിറ്റ് പറഞ്ഞില്ല. ഹെഡ് സ്റ്റാൻഡിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെമ്മറി പവർ, പിന്നെ അതേപോലെ നമ്മുടെ കണ്ണിലുള്ള ഒരു അസുഖമില്ലേ, ഗ്ലൂക്കോമ, തിമിരം എന്ന് പറയുന്ന അസുഖം, ഇതുപോലുള്ള അസുഖങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് മാറില്ലെങ്കിൽ ആശ്വാസം കിട്ടും. കാരണം അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി വളരെ പതുക്കെ ആ അസുഖങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് ഷോൾഡർ സ്റ്റാൻഡിന്റെ ഉപയോഗം അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തൈറോയിഡ്, പാരാതൈറോയിഡ്, പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഉണ്ടാകുന്ന നമ്മുടെ നെക്ക്, അതായത് സ്പൈൻ സ്റ്റമ്പിന് ടൈറ്റ്നസ് ഫീൽ ചെയ്യാം. അതായത് ഈ ടൈറ്റ്നസ് ആണ് ഭാവിയിൽ നമുക്ക് സ്പോളിയോസിസ്, സ്കൈഫോസിസ് ഇങ്ങനെയുള്ള ഈ നട്ടിലിന്റെ ആ ഒരു ആർച്ചൊക്കെ ഉണ്ടാകുന്നത് ചിലവർക്ക്. ഈ നമ്മൾ 24 hours ഇങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കി ഇപ്പൊ എല്ലാ മനുഷ്യരും ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ആ ഇങ്ങനെ ആയിരിക്കുന്ന മനുഷ്യരെ സ്ട്രെയിറ്റ് ആക്കി എടുക്കാനുള്ള ഒരു ആസനമാണ് ഷോൾഡർ സ്റ്റാൻഡ്. അതായത് നമ്മുടെ ആ നെക്ക് സ്റ്റമ്പ് മുതൽ, സ്പൈനിന്റെ സ്റ്റമ്പ് മുതൽ ഡിസ്ക് വരെ, അതായത് ലംബർ ഭാഗം വരെ സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതല്ല, യൂസ് ചെയ്യുന്ന ഒരു ആസനമുണ്ട്. മലയാളം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു ആസനമാണ് ഷോൾഡർ സ്റ്റാൻഡ് അഥവാ സർവാംഗ ആസനം. സർവാംഗം എന്ന് വെച്ചാല് ഈ ഒരു ഷോൾഡർ ഏരിയയാണ് സർവാംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൈകള് ചേർത്തുകൊണ്ടുവരിക, ജസ്റ്റ് കാലുകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശേഷം ഹിപ്പ് ഉയർത്തുക, വളരെ പതുക്കെ ഉയർത്തി കൈ ബാക്കിലോട്ട് സപ്പോർട്ട് ചെയ്ത് ബോഡിയെ സ്ട്രെയിറ്റ് ചെയ്യുക. ബോഡി ഇവിടെ നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് ശ്വാസം കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മുട്ട മടക്കി കൈയൊന്ന് റിലീസ് ചെയ്ത് ഇന്റർലോക്കൊക്കെ ചെയ്ത് ഷോൾഡർ മൊത്തം വെയിറ്റും ഷോൾഡറിൽ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് റീസപ്പോർട്ട് ചെയ്യുക. റീസപ്പോർട്ട് ചെയ്ത് വീണ്ടും കാല് മേലേക്ക് കൊണ്ടുവരിക. ഇത് റിലീസ് ചെയ്യുന്നത്, സോറി, ഇനി ഇവിടെ നിന്ന് നേരെ ഹലാസനത്തിലേക്ക് പോകും. ഇതാണ് ഹലാസനം. പിന്നെ അതുപോലെ ഇവിടുന്ന് റിലീസ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിൽ വന്നിട്ട് കൈകൾ ഇങ്ങനെ വെച്ച് വളരെ പതുക്കെ നമ്മൾ റിലീസ് ചെയ്യാം. ആ സ്പൈനിന് ആ ഒരു മസാജ് കൊടുത്ത് തന്നെ നമ്മൾ റിലീസ് ചെയ്യണം. കാരണം നമ്മൾ കുറെ ടെൻഷൻസ് സ്പൈന് കൊടുത്തതാണ്. അപ്പൊ ആ ടെൻഷൻസ് റിലീസ് ചെയ്യാൻ വേണ്ടി വളരെ പതുക്കെ കാലുകൾ റിലീസ് ചെയ്യാം. വീണ്ടും നമ്മള് ശരീരത്തെ ഇങ്ങനെ റിലാക്സേഷൻ കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാം. ഓക്കെ, ചെയ്ത് ഇരിക്കാം. ഓക്കെ, ഇത് ഷോൾഡർ സ്റ്റാൻഡ് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ പല ആസനങ്ങളുണ്ട്, അതെല്ലാം ചെയ്തോണ്ടിരിക്കണം. വരണോ? ഓക്കെ, ഞാൻ ഇനി ഒരു ആസനം കൂടെ ചെയ്ത് കാണിക്കാം. ആസനമാണ്, കുറെ ആസനങ്ങളുണ്ട്, കൺഫ്യൂഷൻ ആണ്. ഇതിലെ ഓക്കെ, ഫിഷ് പോസ് കൂടെ ചെയ്ത് കാണിക്കാം. മത്സ്യാസനം എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആസനമാണ്. ഇത് നമ്മുടെ ലങ്സ് കപ്പാസിറ്റി, അതായത് ഒരു നോർമൽ മനുഷ്യൻ, ഒരു ശരാശരി, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ 8 വോളിയം ബ്രെത്ത് എടുക്കണമെന്നാണ് നമ്മുടെ ശരീരം പറയുന്നത്. 8 വോളിയമാണ് നമ്മുടെ ബ്രീതിങ്ങിന്റെ കപ്പാസിറ്റി. പക്ഷെ ഇപ്പോഴുള്ള ആളുകൾ
ഒരു 3-4 വോളിയം മാത്രമേ ബ്രീത്ത് ചെയ്യുന്നുള്ളൂ. കാരണം അദ്ദേഹം ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഒരു യോഗി 8 വോളിയം ബ്രത്തും എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബ്രീത്തിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലങ്സ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരു പോസ്റ്ററാണ് മത്സ്യ ആസനം അഥവാ ഫിഷ് പോസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നോക്കിയാൽ മതി. നമ്മുടെ 2 കൈകളും നമ്മുടെ ലോവർ ബാക്കിലേക്ക് കൊണ്ടുവരിക. ഒരുമിച്ച് 2 കൈകളും, അതായത് ശരീരത്തിന്റെ അടിയിൽ കൈ ഫിക്സ് ചെയ്യാം. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ കാൽപ്പത്തിലേക്ക് നോക്കാം. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ആ ചെസ്റ്റ്, ആ റിബ്കേജിന്റെ സൈഡ്, അതായത് ആ ലെങ്സ് ഭാഗം നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് ഹെഡ് ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. കാണാം. ഇവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ശ്വാസം എടുക്കുക. റിലീസ് ചെയ്യുന്നതും സെയിം വേ മുകളിലേക്ക് നോക്കുക, അതൊക്കെ റിലീസ് ചെയ്യാം. എന്നിട്ട് കൈകളകറ്റി റിലാക്സ് ചെയ്യാം. ഇതിന്റെ പേര് റിലീസ് ചെയ്യുക. ഇതിനെ മത്സ്യാസനം എന്ന് പറയും. ഇനി ഇതുപോലെ ഏകദേശം 8 ആസനങ്ങൾ വീണ്ടും ഉണ്ട്. 12 ആസനങ്ങളാണ് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ആസനങ്ങള് ക്രമീകരിച്ചിരിക്കുന്നത് ഹെഡ് മുതൽ തുടങ്ങിയാണ്. ഹെഡ് സ്റ്റാൻഡ്, ഷോൾഡർ സ്റ്റാൻഡ്, ഫിഷ് പോസ്, പിന്നെ അത് കഴിഞ്ഞാല് പശ്ചിമോത്തനാസനം, അതായത് ഈ ഹിപ്പ് ഏരിയ, പിന്നെ അത് കഴിഞ്ഞാൽ സ്പൈനൽ ട്വിസ്റ്റ് 2 സൈഡ്, പിന്നെ അത് കഴിഞ്ഞ കാക്കാസനം ഫോർ കോൺസെൻട്രേഷൻ, പിന്നെ അത് കഴിഞ്ഞ കാലുകൾക്ക് ഇത് പാദഹസ്താസനം, പിന്നെ 2 സൈഡ് ട്രയാങ്കിൾ. ഇങ്ങനെ പിന്നെ ലോവർ ബാക്കിന് വേണ്ടി, മിഡിൽ ബാക്കിന് വേണ്ടി, അപ്പർ ബാക്കിനൊക്കെ വേണ്ടി ഭുജംഗാസനം, ശലഭാസനം, ധനുരാസനം, ഇങ്ങനെ പല ആസനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ കയറി, അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചു തരാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആസനങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്, ചെയ്യേണ്ട രീതി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡെയിലി യോഗ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ 24 മണിക്കൂറിലെ 1 മണിക്കൂർ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറയുന്നത്. അപ്പൊ ഈ 1 മണിക്കൂർ ഡെയിലി ചെയ്യുക. അത് യോഗ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാല്, നമ്മുടെ ജീവിതം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുമോ അത്രത്തോളം ലോങ് പീരീഡ് കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ 1 മണിക്കൂർ ഇപ്പോ നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളോളം നീണ്ടുനിൽക്കും. പക്ഷെ നിങ്ങൾ ഈ 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറഞ്ഞു വരും. നിങ്ങൾ 100 വയസ്സ് വരെ ജീവിക്കേണ്ട ആള് നിങ്ങൾ 60 വയസ്സ് വരെ, 45 വയസ്സ് വരെ ജീവിക്കേണ്ടി വരും. അപ്പൊ ജീവിതത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ വിട്ടുകൊടുത്താൽ മതി. 1 മണിക്കൂർ വിട്ടുകൊടുത്ത് നിങ്ങളുടെ ജീവിതം 1 വർഷത്തോളം നീണ്ടു. അതൊക്കെ ശ്രദ്ധിക്കുക. ശരീരത്തെ സേഫ് ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഏതിനെ പറ്റി ഉണ്ടെങ്കിലും ചോദിക്കുക. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സംശയ നിവാരണത്തിനുള്ള സമയമാണ്. നിങ്ങൾക്ക് സാറിനോട് യോഗയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാം. യോഗയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സാറുമായി
സാർ ഒരു സംശയമായി മുന്നിൽ വരുന്നത്, സാറ് 1 മണിക്കൂർ ഡെയിലി യോഗ ചെയ്യണമെന്നാണ് സാറ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഏതൊരു സമയമാണ് യോഗ ചെയ്യുന്ന ഏറ്റവും മികച്ചതായി ഒരു ദിവസത്തിൽ ഏത് സമയമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. മോർണിംഗ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. മോർണിംഗ് ഒരു 6 മണി മുതൽ ഏകദേശം ഒരു 9-10 മണി വരെ. ഇപ്പൊ നിങ്ങളുടെ മെഡിക്കൽ സയൻസും പറയുന്നത് അതാണ്, രാവിലെയുള്ള സൂര്യപ്രകാശം ശരീരത്തിന് നല്ലതാണ് അല്ലെ. അതുപോലെ അതേ സെയിം സമയം തന്നെയാണ് യോഗയ്ക്കും. രാവിലെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണിയാണ്. 6 മണി മുതൽ 10 മണി വരെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. 10 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓഫീസോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ ഈ 6 മണി തൊട്ട് 10 മണിയുടെ ഇടയിലുള്ള ഏത് സമയം വേണമെങ്കിലും എടുക്കാം. പിന്നെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. അത് രാവിലെയാണ്. 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ. കാരണം നമ്മുടെ സൂര്യൻ ശരീരത്തിന്റെ അതേ സെയിം ലെവലിൽ വരുന്നത്. അതായത് നമ്മളിപ്പോ സൂര്യനെ കാണുന്നത് മലയ്ക്ക് മുകളിൽ ഉദിച്ച് കാണുന്നതല്ലേ. അതിനു മുമ്പ് ഒരു 3 മണിക്കൂർ സൂര്യൻ താഴോട്ടാണ് നിൽക്കുന്നത്. ജലനിരപ്പിൽ നിന്നും മുകളിലേക്ക് കയറി വരുന്ന ആ ഒരു ടൈമാണ് 3 മണിക്കൂർ. 3 മണി മുതൽ 6 മണി വരെ. അതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പക്ഷെ ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അത് കുറച്ച് റിസ്ക് ആയിരിക്കും ആദ്യ സമയത്തൊക്കെ നിങ്ങൾ അങ്ങനെ തുടങ്ങി വരാൻ. അതിനെക്കാട്ടി ഇപ്പൊ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ മതി. 6 മണി മുതൽ 10 മണി വരെ. ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ എടുത്താൽ മതി. 7 മണിക്കോ 8 മണിക്കോ. മാക്സിമം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്, അതായത് ഫുഡ് കഴിച്ചിട്ട് യോഗ ചെയ്യരുത്. യോഗ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഒരു രാവിലെ എണീറ്റ് 1 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം യോഗ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. തുടർന്ന് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്കൾ പകർന്നു നൽകിയ യോഗയുടെ ഈ അനുഭവ പാഠങ്ങൾ ഞങ്ങളുടെ തുടർ ജീവിതത്തിൽ പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് നന്ദി അർപ്പണത്തിനായി ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസി അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ പ്രശാന്ത് AR അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ നന്ദി അർപ്പിക്കുക എന്നുള്ളതിൽ ഫലപ്രദമായ കർത്തവ്യം. ആദ്യമായി നമുക്ക് നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങൾ ചെയ്ത പ്രിൻസിപ്പൽ ഡോക്ടർ സുജിത് സാറിനെ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസി മാനേജ്മെന്റിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് സമയത്ത് ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച മാനേജ്മെന്റിന് എല്ലാവിധ സഹകരണത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനർ ശ്രീ കണ്ണൻ കാർത്തികേയ, ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ശിവാനന്ദ യോഗ ആശ്രമത്തിലെ ട്രെയിനറായ അദ്ദേഹം ഈ സമയം ഇത്രയും, പ്രത്യേകിച്ച് ഇന്നൊരു പ്രത്യേക പ്രീഷ്യസ് ആയിട്ടുള്ള ഡേ ആണ്, ആ ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം വിനിയോഗിച്ചതിന് ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ഫാർമസിയുടെ പേരിലും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ടീച്ചിങ്ങിന്റെയും നോൺ ടീച്ചിങ്ങിന്റെ സ്റ്റാഫിന്റെയും സ്റ്റുഡൻസിന്റെയും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ.